അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, പണ്ഡിതന്മാരായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിച്ചിരുന്ന ആളുകള്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം അത് ജീവിതമാക്കി ജീവിച്ചിരുന്ന പണ്ഡിതന്മാരായ ആളുകള്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും അള്ളാഹുവിൽ പരമർപ്പിച്ചുകൊണ്ടും ജീവിക്കുന്ന ആളുകള്, അവര് തന്നെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കള്. അവര് കറാമത്തുള്ളവരാണ്. അവരുടെ കറാമത്തുകള് അത് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കുറിച്ച് മൗലൂദുകൾ രചിക്കപ്പെടുക എന്നുള്ളത് പ്രത്യേകിച്ച് കേരളത്തില് സുലഭമായിട്ടും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതില് അവർക്കൊന്നും എഴുതാൻ അറിയില്ലെങ്കിൽ ബാലരമയിലും ബാലമംഗളത്തിലും അതുപോലെയുള്ള ചിത്രകഥകളിൽ പറയുന്ന, അല്ലെങ്കിൽ മറ്റു ഇതര മത ആദർശത്തിലുള്ള ആളുകളുടെ ഐതിഹ്യം പോലെയുള്ള കാര്യങ്ങളിൽ പറയുന്ന ആ കഥകളാണ് എഴുതി വെക്കപ്പെടാറുള്ളത് എന്നുള്ളതാണ് ഇതുവരെയും കണ്ടുവരുന്ന ഒരു കാര്യം. ഇന്നിവിടെ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ഒരു ദിവസം തന്നെ 40 തവണ ജനാബത്തുണ്ടായി എന്ന് പറയുന്ന പോരിഷ അത് കറാമത്തായിട്ട് ഇവരെ എഴുതി വെക്കാറുണ്ട്. അത് സംബന്ധമായിട്ട് ഒരാൾ പറയുന്ന ഒരു ഭാഗമാണ്. ഇതിന്റെ അടിസ്ഥാനം അത് വെറും മാലമൗലൂദാണ് എന്നുള്ളതാണ്. നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം, എന്നിട്ടാവാം ബാക്കി. അവസാന 75ാമത്തെ കൊല്ലത്തിൽ മാനവരുകള് മരം കോച്ച് തലപ്പിലൂടെ ഒരു പ്രദേശത്തിലൂടെ ഇബാദത്തിലായി നടക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ഉറക്കം തൂങ്ങുകയാണ്. ഉറങ്ങിയപ്പോൾ സ്വപ്നസ്ഖലനമുണ്ടായി. ഞെട്ടിയുണർന്നു. പെട്ടെന്ന് കുളിക്കണം. തണുപ്പേറിയ വെള്ളം കുളിച്ചു. ക്ഷീണം തോന്നി. വീണ്ടും ഉറങ്ങി. സുബഹിന്റെ മുമ്പ് തഹജ്ജുദിന്റെ മുമ്പ് തന്നെ 40 വട്ടം ജനാബത്തുണ്ടായാലേ 40 വട്ടം ഓരൂരാ കുളിച്ചോവാർ. ഇത് ഔലിയ ശേഖ് എന്നൊക്കെ പറഞ്ഞാൽ പാടി പറന്ന് വരുന്ന കേസല്ലാന്ന് പഠിക്കാനാണ് ഞാൻ മാലയിൽ 1-2 വരികൾ നിങ്ങൾ കേൾപ്പിക്കുന്നത്. ഔലിയ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണെന്നുള്ളത് പഠിപ്പിക്കാനാണ് മൂപ്പര് ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ഇവർക്ക് ഈ ജനാബത്തും ഹൈദൂളി നിഫാസുളി ഇതൊക്കെ തന്നെ അറിയുള്ളൂ. ജനാബത്ത് ഉണ്ടാകുക, ജനാബത്ത് വിളിക്കുക, പിന്നെ ജനാബത്ത് ഉണ്ടാകുക, ജനാബത്ത് വിളിക്കുക. എന്ത് ജനാബത്താണ് മൂലിയാക്കന്മാരെ ഇത്? ഇതിനൊക്കെ ഒരു പരിധി ഇല്ലേ? തഹജ്ജുദ് നമസ്കരിക്കുന്നതിന് മുമ്പേ എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞത്. അതെന്തിനാ അങ്ങനെ പറഞ്ഞെന്നറിയോ? സുബഹിക്ക് മുമ്പേ എന്നുള്ളതാണ് ഇവരുടെ കഥയിലുള്ളത്. തഹജ്ജുദ് നമസ്കരിക്കുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തഹജ്ജുദ് പോയില്ലേ എന്ന് പറയുന്നു വെച്ചിട്ടാണ്. ഓക്കെ, ഇവരുടെ മാലയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് 40 വട്ടം ജനാബത്തുണ്ടായി 40 വട്ടവും ഒരുരാ കുളിച്ചോവർ എന്നുള്ളതാണ്. അതാണ് ഇവരുടെ ഒരു കറാമത്തായിട്ട് പറയുന്നത്. എന്ത് കറാമത്താണിത്? ഈ കറാമത്ത് ആരാണ് പറഞ്ഞത്? ഇവിടെ പറയുന്നതില് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാത്രിയിൽ നടന്നുകൊണ്ട് ഇബാദത്താന്നാ പറഞ്ഞത്. അതെന്ത് ഇബാദത്താണ്? അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിക്കാത്തൊരു ഇബാദത്ത്. നടക്കല് ഇബാദത്തോ, നടന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു ഇബാദത്തോ? ഓക്കെ, അത് നടന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യാന്ന് വെക്കാം. ഈ നടന്നുകൊണ്ട് ഒറ്റയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് 40 തവണ ഉറങ്ങുകയും 40 തവണ ജനാബത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സ്വപ്നസ്ഖലനമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒരു ജനാബത്ത് ഉണ്ടായി, കുറച്ചു നേരം ഉറങ്ങിക്കഴിഞ്ഞിട്ട് ജനാബത്ത് സ്ഖലനമുണ്ടായി, എഴുന്നേറ്റു, ഒരുരാ കുളിച്ചു. അങ്ങനെ കുളിച്ചിട്ട് പിന്നെയും ഉറങ്ങി, പിന്നെയും സ്വപ്നസ്ഖലനം ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെയും കുളിക്കുകയാണ്. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു സാധാരണക്കാരനാണ് 40 തവണ ഒന്നും ജനാബത്ത് ഒരു രാത്രി തന്നെ ഉണ്ടാവൂല. അത് വലിയ വലിയ ഔലിയാക്കൾക്ക് ഉണ്ടാവുന്ന കറാമത്താന്നാ പറഞ്ഞത്. ഇതുപോലെ പണ്ഡിതന്മാരായ മഹാന്മാരായ ആളുകളെ അവരെ ഇകഴ്ത്തുകയാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വലിയല്ല എന്നൊന്നും ഇവിടെ പറയുന്നില്ല. അദ്ദേഹം കാണിച്ചിട്ടില്ലാത്ത കുറെ കള്ളക്കറാമത്തുകള് അതാണ് ഇവര് ഇവിടെ പാടിയും കൊണ്ടിരിക്കുന്നത്. കറാമത്ത് എന്ന് പറഞ്ഞാല് ചില ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ആദരവാണ്. അത് മാജിക്ക് കാണിക്കുന്ന പോലെ, മജീഷ്യൻ മുതുകാടോ സാമ്രാജ്യമോ കാണിക്കുന്ന പോലെയുള്ള അത്ഭുത പ്രവർത്തനങ്ങളല്ല. ഈ അന്ധവിശ്വാസികള് ഇതുപോലെയുള്ള അത്ഭുത സിദ്ധികൾ കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് ഔലിയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടു നടക്കും എന്നുള്ളതിന്റെ പേരിലാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്നാല് അവരുടെ ജീവിതത്തിൽ അവര് ഒരു തെറ്റിലേക്കും പോകാതെ കറാഹത്ത് പോലും ചെയ്യാതെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത് കാരണമായിക്കൊണ്ട് അവർക്ക് അള്ളാഹു ചിലപ്പോ ആദരവുകൾ നൽകിയേക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് അള്ളാഹു പല കാര്യങ്ങൾ കൊണ്ട് അവരെ സംരക്ഷിച്ചിട്ടുണ്ടാവാം. അത് അവർക്ക് അറിയുകയും ചെയ്തേക്കാം. ഇപ്പോ
ചുരുക്കം ഒരു കാര്യം പറയാം. ഒരാള് ഹയാത്ത് കാലത്ത് ഒരു കാര്യം പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒരു കാര്യം പറയാണ്. ആ കാര്യം ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യം അത് ചെയ്യരുത്, അള്ളാഹുവിനും അള്ളാഹുവിന്റെ ഹബീബിനും ഇഷ്ടമില്ലാത്തതാണ് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് വിലക്കിയിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ മരണശേഷം വീണ്ടും ആളുകള് ആ ഒരു പ്രവൃത്തി തന്നെ ചെയ്യാൻ ശ്രമിക്കുകയും അത് പൊളിഞ്ഞ് പണ്ടാറമടങ്ങി പോവുകയും ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹു ആ വാക്കിന് നൽകിയൊരു ആദരവായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഉമർ അള്ളാഹുവിന്റെ കാലത്ത് യാ സാരിയ എന്ന് വിളിച്ച ആ ഒരു വിളി, ആ വിളി കേട്ട സാരിയ റളിയല്ലാഹു അൻഹു, അത് കറാമത്താണ്. അതുപോലെ തന്നെ മറിയം ബീബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അവരുടെ നാട്ടിൽ ലഭിക്കാത്ത, ആ സമയത്ത് ലഭിക്കാത്ത ഭക്ഷണ കാര്യങ്ങള് അത് അള്ളാഹു അവരിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുത്തത്, ആ ദൂതന്മാർ വഴി എത്തിച്ചു കൊടുത്തത്, അത് അവരുടെ കറാമത്താണ്. അവർക്ക് അള്ളാഹുവിന്റെ കൈക്ക് നടത്തുന്ന കാര്യങ്ങളാണ്. ഇവിടെ 40 വട്ടം ജനാബത്തുണ്ടായി എന്നുള്ളത് ഒരു മനുഷ്യന്റെ മാത്രം കാര്യമാണ് അല്ലേ? ആ ഒരു കാര്യം കൊണ്ട് ആർക്ക് എന്ത് ഗുണം? അള്ളാഹു ആ മനുഷ്യന് ആദരവായിട്ട് 40 തവണ ഇങ്ങനെ സ്കലനം ചെയ്ത് കൊടുത്തിക്കുകയാണെന്ന്, സ്കലനം ഉണ്ടാക്കി കൊടുത്തിക്കുക. എന്ത് നോണയാണ് ചെങ്ങായിമാരെ ഈ പറയണത്? ഒരു പണ്ഡിതനായ മനുഷ്യനെ കുറിച്ച് ഈ രൂപത്തിലുള്ള അശ്ലീലം പറയുവാന്, വൃത്തികേട് പറയുവാന് ഉളുപ്പില്ലേ, ഓളമുണ്ടോ നിങ്ങളുടെ തലയ്ക്ക്? ഇത് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ഇവര് പറയുന്ന ഇതുപോലെയുള്ള കറാമത്തുകളല്ല കറാമത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നുബൂവത്ത് കിട്ടുന്ന പോലെ കിട്ടുന്ന സംഭവം ഒന്നുമല്ല. ഇവർക്ക് ഒരു പ്രത്യേക സമയത്ത് ഇങ്ങോട്ട് ഒരു പ്രത്യേക കാര്യം കിട്ടണമെന്നല്ല. അത് അള്ളാഹുവോട് അടുത്തത് കാരണമായിക്കൊണ്ട് അള്ളാഹു എടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ആദരവാണ്. അതും കൂടി മനസ്സിലാക്കാതെ ഈ ആളുകളെ പണ്ഡിതന്മാരായ 40 വർഷം വഅ്ള് പറഞ്ഞു എന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പണക്കാരനായിരുന്നു, വലിയ പണക്കാരനായി ജീവിച്ചിരുന്ന ആള് ദഅവത്തിന്റെ മാർഗത്തിൽ മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ദഅവത്ത് നടത്തുകയും വഅ്ള് പറയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ, മഹാമനുഷ്യൻ. അദ്ദേഹത്തെ കുറിച്ച് ഒരു ഉളുപ്പുമില്ലാതെയാണ് നിങ്ങൾ ഈ കെട്ടുകഥയും കള്ളക്കഥയും കള്ളക്കറാമത്ത് കഥയും ജനാപത്ത് കഥയും പറയുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. നിർത്തിക്കൂടെ ജനങ്ങളെ? മരിച്ചു പോണ്ട നാളെ അള്ളാഹുവിന്റെ മുമ്പില് ഈ ജനാപത്ത് കഥക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരില്ലേ? എഴുതി വെച്ചോനോ പെട്ടോ? ഇനി ഇത് പാടി നടക്കുന്ന നിങ്ങളും കുടുങ്ങാൻ നിൽക്കണോ എന്നാണ് ചോദിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ്